എന്തിനാ ഇറക്കിയത് എന്ന് അവർ പറയണ്ടേ? എന്നാൽ മലപ്പുറത്ത് പിന്നെ അവർ മുസ്ലിം സമുദായത്തിലല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ. തിരൂരങ്ങാടിയിൽ ശ്രീ AK ആന്റണിയെ നിർത്തി വിജയിപ്പിച്ച പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. അതിനോടാണോ ഈ കളി കളിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ? CPM-കാർ വിശ്വസിച്ചാലും നിങ്ങൾ മാധ്യമങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ, നിങ്ങൾക്കറിയില്ലേ കാര്യങ്ങൾ? മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്താ? മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം മെജോറിറ്റി ഉള്ളിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലേ? ഹൈന്ദവർ കൂടുതലുള്ളിടത്ത് എവിടെയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം സ്ഥാനാർത്ഥിയെയോ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടോ? അവിടെ വോട്ടർമാരിൽ കൂടുതൽ വിഭാഗം എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഈവൻ BJP പോലും മലപ്പുറത്ത് പാർലമെന്റിലേക്ക് ഒരു ബാദുഷാ തങ്ങളെ നിർത്തിയിരുന്നു BJP. എല്ലാ പാർട്ടികളും ആ പ്രദേശത്തെ വോട്ട് കിട്ടാൻ അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ നോക്കി സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അതുകൊണ്ടല്ലേ മലപ്പുറം ജില്ലയിൽ മുഴുവൻ പാർട്ടിയുമായും കമ്മ്യൂണിസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് നിർത്തുന്നത് എല്ലായിടത്തും. മലപ്പുറം ജില്ലയിൽ 16 മണ്ഡലത്തിൽ 8 മണ്ഡലത്തിലും മാർക്സിസം എന്തെന്നറിയാത്ത മുസ്ലിം സമുദായത്തിലെ ധനാഢ്യരായ പ്രമാണിമാരെയാണ് രംഗത്തിറക്കിയത്. എന്തിനാ ഇറക്കിയത് എന്ന് അവർ പറയണ്ടേ? എന്നാൽ മലപ്പുറത്ത് പിന്നെ അവർ മുസ്ലിം സമുദായത്തിലല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തട്ടെ. തിരൂരങ്ങാടിയിൽ ശ്രീ AK ആന്റണിയെ നിർത്തി വിജയിപ്പിച്ച പാർട്ടിയല്ലേ മുസ്ലിം ലീഗ്. അതിനോടാണോ ഈ കളി കളിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ? CPM-കാർ വിശ്വസിച്ചാലും നിങ്ങൾ മാധ്യമങ്ങൾ ബുദ്ധിയുള്ളവരല്ലേ, നിങ്ങൾക്കറിയില്ലേ കാര്യങ്ങൾ? ഇപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു. മുനിസിപ്പൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പ്രഹരണം, ആ പ്രഹരം അവരെ തലക്ക് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമചിത്തത നഷ്ടപ്പെടുകയാണ്. ജയിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള വെപ്രാളത്തിൽ എന്തും വിളിച്ചു പറയുകയാണ്. കേരളീയ സമൂഹത്തിനിടയിൽ അവർ വീണ്ടും പരിഹാസ്യരാവുകയാണ്. അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളല്ല, UDF സ്ഥാനാർത്ഥികളെ ജാതീയമായ കണക്ക് പറഞ്ഞ് വർഗീയത ഇളക്കി വിട്ട് സാമുദായിക സ്നേഹവും സമാധാനവും നശിപ്പിച്ച് വർഗീയത വളർത്തിയെങ്കിലും തുടർ ഭരണത്തിൽ ഒന്നുകൂടി വരണം എന്ന ഗൂഢലക്ഷ്യം മാത്രമാണ് സഖാവ് പിണറായിയുടെ നിർദ്ദേശാനുസരണം ഈ മന്ത്രിമാരും മുൻമന്ത്രിമാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗ് നേടിയ അഭൂതപൂർവമായ വിജയം, ജനങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗിന് കിട്ടിയ വലിയ ജനപിന്തുണ അവരിൽ വിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ വിളിച്ചു പറയുന്നതിന് മരുന്ന് കൊടുക്കുകയല്ലാതെ വേറെ രാഷ്ട്രീയമായ ഒരു മറുപടി അറിയിക്കുന്നില്ല. തീർച്ചയായിട്ടും മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കൂട്ടിപ്പിടിച്ച് ഈ വർഗീയ പ്രചരണങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെ ശക്തമായി പ്രതിരോധിക്കുക. അതിന് മതേതരത്വം മുറുകെ പിടിക്കുക, ജനാധിപത്യത്തിൽ അടിസ്ഥിതമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ഇതാണ് UDF-ന്റെ നയം. കേരളത്തിൽ മൊത്തത്തിലുണ്ടാവും. എന്തിനാ ഒരു ജില്ല മാത്രമാക്കുന്നത്? മലപ്പുറത്ത് ഇനി വിസ്മയം കൂടുതലുണ്ടാവും, ബാക്കിയില്ല. 100% വിജയം. ബാക്കിയുള്ള 98ഉം 90ഉം ഒക്കെ കിട്ടിയെടുത്ത് അത് 100-ലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തുള്ളത്. എല്ലാ സാമുദായിക സംഘടനകളും യോജിച്ചും സഹകരിച്ചും പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവർ തമ്മിൽ ഭിന്നിപ്പ് നിലനിൽക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും തമ്മിൽ ഐക്യമുണ്ടാകണം. സമുദായത്തിൻ്റെ അകത്തും സമുദായങ്ങൾ തമ്മിലും ഐക്യവും രഞ്ജിപ്പും സ്നേഹവും ഉണ്ടാകണം. അവരവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിൽ എല്ലാവരും യോജിക്കണം. അതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരുപാട് കാലമായി നടത്തി വരുന്നുണ്ടല്ലോ. ഈ വെള്ളാപ്പള്ളി നായാടി മുതൽ നസ്രാണി വരെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വർഗീയ വിഭജനത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെ ഒരു നേതാവൊക്കെ പറയുന്നു. അതെ, നിങ്ങൾക്ക് പോലും അങ്ങനെ തോന്നിയില്ലേ? അതാണ് അതിൻ്റെ ശരി.